വെൽക്കം ടു മെൽവിൻ സ്പീക്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു താത്വികമായിട്ടുള്ള അവലോകനമാണ്. എന്താണ് ഈ അവലോകനം? നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്ന ചില അപരാധങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവലോകനം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പം വീഡിയോ കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകത്തിന് നാം എല്ലാം സാക്ഷിയായിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ നമ്മുടെ കേരളത്തിലല്ലേ. ഇതിനു മുമ്പും ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാകും, ഇനി ഇതുപോലെ ഒരു ജീവൻ പൊലിയാതിരിക്കാനായിട്ട് നിയമ നടപടികൾ, വേണ്ട രീതിയിലുള്ള നിയമ നടപടികൾ ശക്തമാക്കുമെന്നൊക്കെയാണ്. എന്നിട്ടെന്തായി? സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു വിഷമം. എല്ലാവരും എപ്പോഴും തന്നെ എനിക്കും വിഷമമുണ്ട്. അതിനേക്കാൾ ഉപരി കടുത്ത പ്രതികാരമാണ് എൻ്റെ മനസ്സ് മൊത്തം. നമ്മുടെ ഉള്ളങ്കാൽ ഇങ്ങനെ പെരുത്ത് കയറി വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്തൊരു പ്രതികാരമുണ്ടല്ലോ. ഇതെങ്ങനെ പ്രതികരിക്കണം എന്നറിയാൻ മേലാത്ത അവസ്ഥ. ഇത് ചെയ്ത മഹാൻ അഷ്കർ, അവൻ അഷ്കറല്ല, അന്തകനാണ്. ആ കുട്ടിയുടെ അന്തകൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ അവിടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അഷ്കർ, നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ ഒന്നും പറയാനായിട്ടില്ല. നമ്മളെല്ലാം ഫേസ്ബുക്കിലും മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ കുട്ടിയെ പറ്റി പോസ്റ്റുകളും റീൽസുകളും നമ്മുടേതായ പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തി. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ട്. നാളെ ഈ ഒരു കുട്ടിയുടെ സ്ഥാനത്ത് മറ്റൊരു കുട്ടി ഇതുപോലെ പീഡിപ്പിക്കപ്പെടാം, കൊല ചെയ്യപ്പെടാം. അതില്ലാതാകണ്ടേ? അതല്ലേ നമുക്ക് വേണ്ടത്. അതിന് ഇവിടുത്തെ നിയമ നടപടികൾ കുറച്ചും കൂടെ ശക്തമാകാനുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിൽ ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച 2 പേർക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ ശിക്ഷ, വധശിക്ഷ കൊടുക്കും. അതുപോലെ തന്നെ ആ കുട്ടി അനുഭവിച്ചത് എന്താണോ അത് അവന്മാർ അനുഭവിക്കുമെന്നാണ് നമ്മുടെ തലൈവർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വിജയ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇവനെ എന്തായാലും അനുഭവിപ്പിക്കണം. ഇവിടുത്തെ പോലീസ് സേനാമാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു സാറന്മാരെ, ഇവനെ ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതച്ചണം. ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ഇവനെ ചതച്ചിട്ടേ ഉള്ളൂ ഇറക്കാവുള്ളൂ. പുറമെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്കറിയാം. പക്ഷെ ഇവനെ അകത്തിട്ട് നല്ല രീതിയിൽ പെരുമാറണം. ആ കുട്ടി അനുഭവിച്ച് ഏകദേശം 51 മുറിവുകളോ ആന്തരികമായിട്ടോ ബാഹ്യമായിട്ടോ ഒക്കെ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. വാർത്തകളിൽ കണ്ടതാണ്. 51 പാടുകൾ ഉണ്ടായിരുന്നു മുറിവിന്റെ. നല്ല രീതിയിൽ ആ കൊച്ചു അനുഭവിച്ച്. അപ്പൊ അതിന്റെ ഇരട്ടി ഇവനെ അനുഭവിപ്പിച്ചിട്ടേ ഉള്ളൂ യമപുരിയിലേക്ക് വിടാവുള്ളൂ. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവന് കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വധശിക്ഷ. അതിനു മുമ്പായിട്ട് ഇവൻ അനുഭവിക്കണം. ഇവൻ ഇഞ്ചിഞ്ചായിട്ട് ഇഞ്ചി ചതയുന്ന പോലെ ചതയണം. എന്നിട്ടേ ഉള്ളൂ ഇവനെ യമപുരിയിലേക്ക് വിടത്തുള്ളൂ. സത്യത്തിൽ ഒരു സൈക്കോ ക്രിമിനലാണ്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ ഇത് മാത്രമല്ല, ഇവന്റെ മുൻ ഭാര്യയെ തലക്കിടിച്ചിട്ട് ആ സ്ത്രീ കോമയിൽ കിടക്കുന്ന ഒരു വീഡിയോ ഒക്കെ കാണാനായിട്ട് ഇടയായി. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അപ്പൊ അത്രയ്ക്ക് ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഒരുത്തനാണ്. അപ്പൊ ആ ഒരു കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് സാധ്യത ഇല്ലാതില്ല. എന്തു വേണേലും കാണിക്കും. സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ, മൃഗങ്ങൾക്ക് പോലും ഇതിൽ കൂടുതൽ സ്നേഹമുണ്ട്. സത്യം പറഞ്ഞ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെക്കാളെ ഏറ്റവും നല്ലത് മൃഗങ്ങളാണെന്ന് ഇപ്പം തോന്നുന്നു. അങ്ങനെ ഇതുപോലെ കുട്ടികളോടും സ്ത്രീകളോടും അതുപോലെ വയസ്സായിട്ടുള്ള മനുഷ്യരോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുക. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോലീസ് സേനയിലെ ഒരു കരുത്തനായിട്ടുള്ള ധീരശാലിയായിട്ടുള്ള ഒരു പോലീസുകാരന്റെ വാർത്തയാണ്. അപ്പൊ ഈ ഒരു കോലാഹലങ്ങൾക്കിടയിൽ അത്
ശ്രദ്ധിക്കപ്പെട്ടോ എന്നുള്ളത് കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. സുഹൃത്തുക്കളെ, നമ്മുടെ പോലീസ് സേനയിൽ വളരെ ചങ്കൂറ്റമുള്ള പോലീസുകാർ ഉണ്ട് എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ച് അനുമോദിച്ചു. അപ്പോൾ സംഭവവികാസമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ വാകത്താനം പോലീസ് സ്റ്റേഷൻ അവിടെ വെള്ളത്തിൽ പോയി 3 ദിവസത്തിലേറെ പഴക്കമുള്ള ഒരു ബോഡി ഫയർഫോഴ്സും അതുപോലെ അവിടെ കൂടി നിന്നവരും എടുക്കാനായിട്ട് മടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആഴക്കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ സഹോദരനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി ആ ബോഡി എത്രയും വേഗം പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രതീഷ് എന്ന് പറയുന്ന ആ ഒരു പോലീസുകാരൻ യാതൊരു മടിയും കൂടാതെ ആ ബോഡി പുറത്തെടുക്കാനായിട്ട് ശ്രമിച്ചു. അത് പുറത്തെടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാതെ ഒറ്റയ്ക്കിറങ്ങി ആ ഒരു കർത്തവ്യം പൂർത്തിയാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോമൺ സെൻസ് യൂസ് ചെയ്യുക, വിവേകത്തോടെ ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇതിനെക്കുറിച്ച് പറയാനായിട്ടാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ED ഉദ്യോഗസ്ഥരെ കടന്നാക്രമിച്ച സംഭവം, അതിൻ്റെ കോലാഹലം ഇപ്പം കഴിഞ്ഞങ്ങ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പെടുത്താവുന്ന വകുപ്പുകളെല്ലാം പെടുത്തി അവന്മാരെ നല്ല രീതിയിൽ നടത്തിക്കും എന്നുള്ള കാര്യം. ജയിലിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഏതൊക്കെ വകുപ്പുകളാണ് പെടുത്തുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി ഒരു സംസ്ഥാനത്ത് ചെന്നാലും, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, ഒരു സംസ്ഥാനത്ത് ചെന്നാലും EDയുടെ നേർക്ക് ഇനി കടന്നാക്രമണം ഉണ്ടാകരുത്, ഇതുപോലത്തെ ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി അവർ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമായിട്ടൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദീകരണം കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ്, എനിക്ക് തോന്നുന്നത് കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക, കൊലപാതക ശ്രമം, പിന്നെ അതുപോലെ പൊതുമുതൽ നശിപ്പിക്കൽ, അങ്ങനെ കുറേ വകുപ്പുകളൊക്കെയാണ് ഇപ്പോൾ പെടുത്തിയേക്കുന്നത്. ഇനി എന്തൊക്കെ വകുപ്പുകളുണ്ടോ അതൊക്കെ അവരെ എടുത്തു. കാരണം ഇനി ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രതികരണം ഉണ്ടാകരുത്, അതിനുവേണ്ടി. ഇപ്പോൾ എന്തായാലും പെടാനുള്ളവർ വിട്ടു. കുറച്ച് പേരൊക്കെ നോട്ടപ്പുള്ളിയായിട്ട് ഇരിപ്പുണ്ട്. അവിടെ വാഹനത്തെ കൈവച്ചത്, അറിഞ്ഞോ അറിയാതെയോ കൈവച്ചവരെല്ലാം പെട്ടിരിക്കുക. പ്രത്യേകിച്ച് ED പോലുള്ള കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ച്? അതൊക്കെ ചിന്തിക്കാനുള്ള ബോധം നമ്മുടെ നാട്ടിലെ ഈ സമരം ചെയ്യാൻ പോകുന്നവർക്കും പ്രതിഷേധം രേഖപ്പെടുത്താൻ പോകുന്നവർക്കും ഒക്കെ എന്നാണോ ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാവി തുലച്ചുകൊണ്ടുള്ള സമരപരിപാടികളും പ്രതിഷേധങ്ങളും ദയവേത് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കലാപരിപാടികൾ ഒരിക്കലും കാണിക്കില്ല. ഇതിനകത്ത് പാർട്ടിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പാർട്ടി പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ പോയി തല്ലി പിടിക്കാനായിട്ട്. ഇത് ചില പ്രവർത്തകരുടെ ആവേശം, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഒരുത്തൻ തുടങ്ങി, പിന്നെ ചറവറ പുറകെ എല്ലാവരും കൂടെ കൂടി വണ്ടിയെ കൈവച്ചു, തല്ലി പൊളിച്ചു. അവസാനം ഇപ്പം എന്താകാൻ, അകത്ത് പോയവർ ഉടനെ പുറത്തേക്ക് ഇറങ്ങണ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു താത്വിക അവലോകനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.